നരേന്ദ്രമോദിയുമായി പ്രധാനമന്ത്രിയുമായി വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ഇന്ന് ചർച്ച നടത്തി. ഏകദേശം 20 മുതൽ 30 മിനിറ്റ് വരെയായിരുന്നു വിശദമായ ചർച്ച. അപ്പോൾ സ്വാഭാവികമായിട്ട് കുറെ അധികം കാര്യങ്ങൾ ചർച്ച ചെയ്ത് കാണും. കേരളത്തിൽ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയുള്ള ചില വിവാദങ്ങളുണ്ട്. അപ്പൊ അതിൽ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ പിന്നെ റോഡ് ദേശീയപാതയുടെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ GSTയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. പെട്രോളിന്റെ ഹൈക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. ആയുഷ്മാൻ ഭാരത് ഒപ്പുവെക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. മാത്രമല്ല LDF സർക്കാർ ഒരുപാട് കാര്യങ്ങളിൽ ഒപ്പുവെക്കാതിരിക്കുകയും ഒരുപാട് കേന്ദ്ര പദ്ധതികൾ കേരളത്തിൽ നടക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ അങ്ങനെ ഒരു സമീപനം വരാതിരിക്കാനുള്ള എല്ലാ സാധ്യതയുമാണ് കാണുന്നത്. കേന്ദ്ര പദ്ധതികളെല്ലാം തന്നെ അതേ അർത്ഥത്തിൽ നടപ്പിലാക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. സ്വാഭാവികമായി ഇതിന്റെ രാഷ്ട്രീയം കൂടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് LDF ഇതിനെയൊക്കെ എതിർക്കുകയും ചെയ്യും. ഇപ്പൊ PM ശ്രീ തന്നെ നടപ്പിലാക്കിയാൽ രാഷ്ട്രീയമായിട്ട് ചിലപ്പോൾ എതിർക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് സാധ്യതയുണ്ട്. പക്ഷെ എന്തായാലും ഡൽഹിയിൽ പോയി 25 മിനിറ്റിൽ 30 മിനിറ്റിന് ഇടയ്ക്ക് സമയം നരേന്ദ്രമോദിയുമായി വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ചർച്ച ചെയ്തു. അതേസമയം കേരളത്തിൽ പിന്നെ രമേശ് ചെന്നിത്തല നേതൃത്വത്തിൽ മറ്റു ചില നല്ല മെഗാ പ്രോജക്റ്റുകൾ വരുന്നുണ്ട്. അത് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഓപ്പറേഷൻ തൂഫാനും ഓപ്പറേഷൻ പിന്നെ സീറോ, പ്രോജക്ട് സീറോ എന്നൊക്കെ പറയുന്ന പുതിയ പദ്ധതികൾ വരുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായും നരേന്ദ്രമോദിയെ കണ്ടതുപോലെ പ്രധാനമന്ത്രിയെ കണ്ടതുപോലെ തന്നെ നിർമ്മല സീതാരാമൻ എന്ന കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയെയും വി.ഡി. സതീശൻ കാണുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രി. അങ്ങനെയാണെങ്കിൽ അവരെ കാണുകയും കേരളത്തിന് അർഹമായ പണം, കാരണം ഇപ്പൊ ബഡ്ജറ്റ് വരാൻ പോകുന്നു. ഇനി എയിംസിന്റെ വിഷയമുണ്ട്. എയിംസ് എവിടെ കിട്ടിയാലും ഞങ്ങൾക്ക് എവിടെയാണ് സ്ഥലം അവർ ചോദിച്ചാൽ അവിടെ മതി, ഞങ്ങൾക്ക് ഒരു ജില്ലയിലും തർക്കവും വഴക്കവും ഇല്ല എന്നാണ് കെ മുരളീധരൻ പറഞ്ഞത്. കേരളത്തിൽ എവിടെയായാലും എയിംസ് വന്നാൽ മതി എന്ന് പറയുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് മൂന്ന് സ്ഥലം കൊടുക്കണം. അപ്പൊ 3 സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് എയിംസ് വരും. അതുപോലെ തന്നെ പിന്നെ കൊല്ലം മൈതാനം ആശ്രമ മൈതാനത്തിലെ ESI ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജ് ആക്കുന്നതിനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയുണ്ട്. അതിനെ ഒരു പിന്നെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തതുകൊണ്ട് മാത്രമാണ്, ഒരു പിന്നെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ പിന്നെ എന്താണ് വയബിലിറ്റി ആൻഡ് എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ്, അതായത് ഇത് ആവശ്യമുണ്ട് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് കേരളത്തിൽ നിന്ന് കൊടുക്കാത്തതുകൊണ്ട് മാത്രമാണ് നടക്കാതിരുന്നത്. അതിന്റെ പേരിൽ വീണ ജോർജും നമ്മുടെ പിന്നെ കൊല്ലം MP NK പ്രേമേന്ദ്രൻ MPയും തമ്മിൽ വലിയ വാഗ്വാദമൊക്കെ നടന്നു. പക്ഷെ അത് ലാസ്റ്റ് ഡേറ്റ് വെച്ച് കൊടുത്തില്ല. അത് ഒന്ന് പുനർവിചിന്തനം ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് കേരളത്തിന്റെ വരുന്നു, ഹരിപ്പാട് കേരളത്തിന്റെ മെഡിക്കൽ കോളേജ് വരുന്നു, കൊല്ലത്ത് പുതിയ മെഡിക്കൽ കോളേജ് വരും. അപ്പൊ ആരോഗ്യരംഗം വളരെ സജീവമാകാൻ പോവുകയാണ്. ആ കൊല്ലം ആശ്രമ മൈതാനത്ത് ESI മെഡിക്കൽ കോളേജും കുറെ പേർക്ക് അഡ്മിഷനൊക്കെ കിട്ടുന്നതാണ്. അതിന്റെ സൗകര്യങ്ങൾ കൂടും. അതിന്റെ പ്രോജക്റ്റിന്റെ കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ഇങ്ങനെ പെൻഡിങ് നിൽക്കുന്ന കേന്ദ്ര സർക്കാരിലേക്ക് കേരള സർക്കാർ കൊടുക്കേണ്ടുന്ന അപേക്ഷകളും പിന്നെ പേപ്പർ വർക്കും ഒക്കെ ചെയ്യുന്നതെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് പുതിയ പദ്ധതികൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖ നഗരമാക്കുമെന്നുള്ള വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവനയുണ്ട്. അങ്ങനെ ആക്കണമെങ്കിൽ അദാനിയുടെ വലിയ സപ്പോർട്ട് ആവശ്യമുണ്ട്, പ്രധാനമന്ത്രിയുടെ വലിയ സപ്പോർട്ട് ആവശ്യമുണ്ട്, കേന്ദ്ര സർക്കാരിന്റെ വലിയ സപ്പോർട്ട്, ഒരു സഹായവും സാമ്പത്തിക സഹായവും അല്ലെങ്കിൽ അദാനിയോട് ഇതൊക്കെ പറഞ്ഞ് ചെയ്യിക്കാനുള്ള സഹായമൊക്കെ ആവശ്യമുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ സഹായങ്ങൾ കൂടി അഭ്യർത്ഥിക്കുവാനും ഒരു നല്ല കേന്ദ്ര സംസ്ഥാന ബന്ധം, ഒരു സ്റ്റേറ്റ് സെൻട്രൽ റിലേഷൻ ഉറപ്പിക്കാനുമായിരിക്കും പോയിരിക്കുന്നത്. എന്തായാലും മനോഹരമാണ്. കാര്യങ്ങൾ നടക്കട്ടെ. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. തമിഴ്നാടിനെയാണ് നമ്മൾ കണ്ടുപഠിക്കേണ്ടത്. തമിഴ്നാട് സ്റ്റാലിൻ വരെ, ഇപ്പൊ വിജയ് എങ്ങനെയാണെന്നറിയില്ല, സ്റ്റാലിൻ വരെ, ജയലളിത ആയാലും സ്റ്റാലിനായാലും കരുണാനിധി ആയാലും രാഷ്ട്രീയമായി കേന്ദ്രത്തെ നഖശിഖാന്തി എതിർക്കുമ്പോഴും അവരുടെ പ്രോജക്റ്റുകൾ അവർ വളരെ കൃത്യമായി വാങ്ങിച്ചെടുക്കുന്ന തുക കൃത്യമായി ചെലവാക്കാനും, അഴിമതി ഉണ്ടാകാം, അതെല്ലാം ഉണ്ട്, പക്ഷെ അവർ കൃത്യമായി ചെലവാക്കാനുള്ള ഒരു കൺസെപ്റ്റും കൂടുതൽ പണം വാങ്ങിയെടുക്കുന്ന രീതിയുമുണ്ട്. ആ രീതിയിലേക്ക് നമുക്ക് വരുമെന്ന് തന്നെ നമുക്ക് കരുതാം. എന്തായാലും കേന്ദ്ര സംസ്ഥാന ബന്ധം കൃത്യമായി പിന്നെ വളരെ ഊഷ്മളമായി പോകട്ടെ. നമുക്ക് അതിലൂടെ പുതിയ പദ്ധതികൾ, ബാക്കി തർക്കമൊക്കെ എങ്ങനെ അവിടെ നിൽക്കട്ടെ, പുതിയ പദ്ധതികൾ കിട്ടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിലൂടെ കേരളത്തിന്റെ പദ്ധതികൾ വളരെ വലിയ തോതിൽ നടക്കട്ടെ. പുതിയ കേരളത്തിൽ കേന്ദ്രത്തിന്റെ പദ്ധതികളും അതേ അർത്ഥത്തിൽ ഇവിടെ വളരെ വിജയമായി നടപ്പിലാവട്ടെ. രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ തൽക്കാലം നിൽക്കട്ടെ. PM ശ്രീക്ക് വീണ്ടും SSAക്ക് പൈസ അനുവദിച്ചതായിട്ടാണ് പറയുന്നത്. അങ്ങനെ പൈസ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നല്ല കാര്യമാണ്. തീർച്ചയായിട്ടും നടക്കട്ടെ. കേന്ദ്ര സംസ്ഥാന ബന്ധം കുറച്ചുകൂടി ഊഷ്മളമായും നന്നായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സഹായം ചെയ്ത് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം, പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ടാക്സ് അടയ്ക്കുന്നത് 2 കൂട്ടരും കൂടി ടാക്സ് വാങ്ങുകയാണ്.
GST എന്ന് പറഞ്ഞ് രണ്ട് കൂട്ടരല്ല. ഇപ്പൊ GST ടാക്സ് വാങ്ങുന്നത് അതിന്റെ ഒരു പെർസെന്റേജ് കേരളത്തിന് കിട്ടുകയാണ്. പക്ഷെ അത് എന്തായാലും നമ്മൾ ടാക്സ് അടയ്ക്കുന്നു. നമ്മുടെ പണം കൊണ്ട് തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രവർത്തിക്കുന്നതും സംസ്ഥാന ഗവൺമെന്റുകൾ പ്രവർത്തിക്കുന്നതും. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കതിൽ പങ്കുണ്ട്. നമുക്കുള്ള പങ്ക് കിട്ടുകയും വേണം. അത് കിട്ടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അത് വാങ്ങിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു കോഡിയൽ റിലേഷൻ, അല്ലാതെ വഴക്കുണ്ടാക്കി കല്ലുണ്ടാക്കി എതിർപക്ഷത്ത് നിന്നുകൊണ്ട് ഒരു സംവിധാനത്തിൽ പോകാൻ കഴിയില്ല. അല്ലാതെ മേടിക്കുന്ന രീതി തന്നെ വരട്ടെ. നമുക്ക് എല്ലാവിധ കാര്യങ്ങളും നമുക്ക് കാത്തിരുന്ന് കാണാം.